ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മുള്ളിയാറിനടുത്തുള്ള സ്ഥിതി ചെയ്യുന്ന കാനത്തൂർ ശ്രീ നാൾവാർ ദേവസ്ഥാനം അഥവാ കാനത്തൂർ നാൾവാർ ഭൂതസ്ഥാനം ഉത്തര മലബാറിലെയും കർണാടകയുടെയും ചില ഭാഗങ്ങളിലെയും ഭക്തർക്കിടയിൽ ഏറെ പ്രശസ്തമാണ്. കാനത്തൂർ ക്ഷേത്രം പ്രധാനമായും അറിയപ്പെടുന്നത് ഒരു ദൈവകോടതി എന്ന നിലയിലാണ്. മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണമായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ദൈവങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കാറുണ്ട്. ദൈവങ്ങളുടെ വിധി അന്തിമമാണെന്നും സുപ്രീം കോടതി വിധിയേക്കാൾ മുകളിലാണ് ഇതെന്നും വിശ്വാസികൾ കരുതുന്നു. പണ്ട് ധർമ്മസ്ഥലത്ത് നിന്ന് യാത്ര തിരിച്ച നാൾവാർ ദൈവങ്ങളും രണ്ട് ഭൂതങ്ങളും കാനത്തൂരിൽ കുടികൊണ്ടു എന്നാണ് വിശ്വാസം. ചാമുണ്ടിയമ്മ, പഞ്ചുരുളി, വിഷ്ണുമൂർത്തി, അങ്കാരഗുളിക എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട 4 ദൈവങ്ങൾ. ഇവരെ കാനത്തൂരായ എന്നും അമ്മ എന്നും ഭക്തർ വിളിക്കുന്നു. എല്ലാ വർഷവും ധനുമാസത്തിൽ ഡിസംബർ അവസാനം ജനുവരി ആദ്യവാരം ഇവിടെ വിപുലമായ രീതിയിൽ കളിയാട്ട മഹോത്സവം നടക്കാറുണ്ട്. ഈ സമയത്ത് ഇളയൂർ തെയ്യം, മുത്തൂർ തെയ്യം, വിഷ്ണുമൂർത്തി, പഞ്ചുരുളി, രക്തേശ്വരി തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടുന്നു. ഈ ക്ഷേത്രത്തിൽ കള്ളം പറഞ്ഞാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ സത്യം തെളിയിക്കാനും നീതി കിട്ടാനുമായ നിരവധി ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. പരമ്പരാഗത ക്ഷേത്ര കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും മേളങ്ങളും സംഗീതം, നൃത്തം, ഘോഷയാത്ര എന്നിവ വാർഷിക ഉത്സവത്തിൻ്റെ ഭാഗമാണ്. കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകാനും നീതി നടപ്പാക്കാനും ക്ഷേത്രം സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മനുഷ്യ കോടതിയേക്കാൾ ശക്തമായ വിധിന്യായങ്ങൾ ഈ ക്ഷേത്രത്തിലാണുള്ളത്. ഈ ക്ഷേത്രത്തിന് 800 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. വേഗത്തിലുള്ള ദിവ്യനീതിയുടെ നിരവധി ഉദാഹരണങ്ങളിലൂടെ ഈ ക്ഷേത്രം പ്രശസ്തി നേടിയിട്ടുണ്ട്. കാനത്തൂർ നാൾവാർ ദേവസ്ഥാനം വിശ്വാസം, നീതിയെ കണ്ടുമുട്ടാൻ ഒരു സ്ഥലമാണ്. മലയാള നാടോടിക്കഥകളിലെയും പ്രാദേശിക വിവരണങ്ങളിലെയും ഒരു ജനപ്രിയ വിഷയമാണ് കാസർഗോഡ് മേഖലയിൽ പരിഹാരവും ദിവ്യ സംരക്ഷണവും തേടുന്നവർക്ക് ഒരു അതുല്യമായ ആത്മീയ അനുഭവം പ്രദാനം ചെയ്യുന്നു. ഇപ്പോൾ കാണുന്നത് ഈ വർഷത്തെ ഉത്സവമാണ് കേട്ടോ. കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമയം ഏകദേശം രാവിലെ 4:30 മുതൽ 11 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയും ആയിരിക്കും. ഉഷപൂജ ഏകദേശം രാവിലെ 6:45-നും ഉച്ചപൂജ രാവിലെ 9:45-നുമായിരിക്കും. എന്നിരുന്നാലും ഡിസംബർ, ജനുവരി നീണ്ടു നിൽക്കുന്ന പ്രശസ്തമായ കാനത്തൂർ നാൾവാർ ഭൂതസ്ഥാനത്തിൻ്റെ രാത്രിയിൽ തെയ്യങ്ങളുടെ പ്രകടനങ്ങളും സമയത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനാൽ നിർദ്ദേശിച്ച തീയതികളാണ് പ്രാദേശിക ഷെഡ്യൂളുകൾ പരിശോധിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്രാവശ്യത്തെ തെയ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ സ്ഥലത്തുനിന്ന് ഈ തെയ്യം കാണാനായിട്ട്. രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് ഇവിടെ തെയ്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കാനത്തൂർ. എല്ലാവരും ഒന്ന് വന്ന് സന്ദർശിക്കണം ഇവിടെ. അപ്പോൾ ഗൈസ്, ഇനി ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.